നമസ്കാരം. ഒരാഴ്ചയായി തുടരുന്ന മഴയും കാറ്റും കേരളത്തിലെ വീണ്ടും പ്രളയ ഭീതിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ കനത്ത മഴയിൽ ഇടുക്കി ജില്ലയിൽ 62 വീടുകൾ തകർന്നു. ഇതിൽ 6 വീടുകൾ പൂർണ്ണമായും 56 വീടുകൾ ഭാഗികമായും തകർന്നതായാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 6 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ ജില്ലയിൽ ആകെ 112 വീടുകൾക്കാണ് ഇതുവരെ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. പൂർണ്ണമായും തകർന്നത് 9 വീടുകളാണ്. 103 വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടം സംഭവിച്ചതായും റിപ്പോർട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. മഴ ശക്തമായ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തോരാത്ത മഴയിൽ ഡാമുകൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ 2018 പ്രളയം ആവർത്തിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കനത്ത മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പൊന്മുടി ഡാമിന്റെ 3 ഷട്ടറുകളാണ് തുറന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 4:15 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ 3 ഷട്ടർ 20 സെന്റിമീറ്റർ വീതം 10 മിനിറ്റ് നേരം ഇടവിട്ട് ഉയർത്തിയത്. സെക്കൻഡിൽ 46,000 ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കിയത്. പന്നിയാർ ഇലക്ട്രിക് പ്രോജക്ടിന്റെ ഭാഗമായുള്ള അണക്കെട്ടിൽ 4 ദിവസം മുൻപ് വരെ സംഭരണ ശേഷിയുടെ 75% വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായാണ് ഇത് മെയ് മാസത്തിൽ പൊന്മുടി ഡാം തുറക്കേണ്ടി വരുന്നത്. 707.75 അടിയാണ് പൊന്മുടി ഡാമിന്റെ പരമാവധി ശേഷി. ഇപ്പോൾ 706.5 അടി വെള്ളമുണ്ട്. നീരൊഴുക്ക് ഇനിയും വർദ്ധിച്ചാൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തേണ്ടതായും വരും. അണക്കെട്ടുകളുടെ ജലനിരപ്പാണ് കേരളത്തിലെ പ്രളയഗതിയെ ബാധിക്കുക. ഇത്തവണ അതിരൂക്ഷമായ സാഹചര്യമാണുള്ളത്. ഇതോടെ വീണ്ടും പ്രളയം കേരളം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. KCBയുടെ ഡാം മാനേജ്മെന്റ് ഇത്തവണയും പാളിപ്പോയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിലെ ജലവർഷം നാളെ അവസാനിക്കാനിരിക്കെ ആവശ്യമായ കരുതൽ ശേഖരത്തിന്റെ 3 ഇരട്ടിയിലധികം വെള്ളമാണ് റിസർവോയറുകളിൽ ഇപ്പോഴുള്ളത്. ഇതുപോലെ തന്നെ മഴ തുടർന്നാൽ എല്ലാ ഡാമും തുറന്നുവിടേണ്ടി വരും. ഇടുക്കി തുറക്കേണ്ടി വന്നാൽ സ്ഥിതി ഏറെ രൂക്ഷമാകും. വേനലിൽ പ്രതീക്ഷിച്ചത്ര വൈദ്യുതി ഉപയോഗം ഇല്ലാതെ വരികയും കാലവർഷം നേരത്തെ എത്തുകയും ചെയ്തതാണ് ഡാമുകളെ ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 2018 സംസ്ഥാനത്ത് പ്രളയമുണ്ടാക്കിയത് ഡാമുകൾ തുറന്നുവിട്ടതിലെ അപാകതയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഏറെ ചർച്ചയായിരുന്നു. കേരളത്തിലെ മിക്ക ജില്ലകളിലെയും ജനങ്ങളെ ബാധിച്ച വെള്ളപ്പൊക്കം മനുഷ്യനിർമ്മിതമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. പ്രളയമുണ്ടായത് സർക്കാരിന്റെ അപക്വമായ ഇടപെടൽ കൊണ്ടാണ് എന്നും സർക്കാർ സംവിധാനങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നും ഇത് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് 16 ഹർജികളാണ് അന്ന് ഹൈക്കോടതിയിൽ എത്തിയിരുന്നത്. ഈ ഹർജികളുടെ ചർച്ചകൾ ഡാം മാനേജ്മെന്റിന്റെ പ്രസക്തി ചർച്ചയാക്കി. പല വിദഗ്ധരും അപാകതകൾ ചൂണ്ടിക്കാട്ടി. ഇതേ സാഹചര്യം വീണ്ടും ഉണ്ടാകുമെന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ KCBയുടെ ഡാമുകളിൽ 1542.465 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമുണ്ട്. മഴ ഇതേപോലെ 3 ദിവസം കൂടി തുടർന്നാൽ 500 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദനത്തിനുള്ള കരുതൽ വെള്ളം ഉണ്ടാകേണ്ടയിടത്ത് ഏകദേശം 2000 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ജൂൺ 1 ഡാമുകളിൽ ഉണ്ടാവും. ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിന് ആർക്കും ഉത്തരമില്ല. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാകും ഒരു ജലവർഷത്തിന്റെ ആദ്യമേ തന്നെ ഡാമുകൾ ഇത്രയധികം നിറയുന്നത്. മഴ തുടങ്ങിയിട്ടേയുള്ളൂ. അതുകൊണ്ട് തന്നെ കാലവർഷക്കാലമായ ജൂണിൽ മഴ തുടർച്ചയായി പെയ്യുകയാണെങ്കിൽ 2018 പ്രളയത്തിന്റേതിന് സമാനമായ സാഹചര്യമാകും കേരളത്തിൽ ഉണ്ടാവുക. മഴ പെയ്യുമ്പോൾ വൈദ്യുതി ഉപഭോഗവും കുറയും. വൈദ്യുതി ഉൽപാദനം കുറയുകയും ഡാമുകളിലേക്കുള്ള ഒഴുക്ക് കൂടുകയും ചെയ്യുന്നതോടെ ചെറുകിട ഡാമുകൾ തുറന്നുവിട്ടു തുടങ്ങി. ജൂൺ 1 മുതൽ മെയ് 31 വരെയാണ് KCB ജലവർഷം കണക്കാക്കുന്നത്. കാലവർഷം വൈകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മെയ് 31 വരെ 5,600 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം കരുതൽ സൂക്ഷിക്കാറുണ്ട്. ഇപ്പോൾ ഡാമുകളിൽ സംഭരണശേഷിയുടെ 37% വെള്ളമുണ്ട്. 14.5% വെള്ളം മാത്രം നിലനിർത്തേണ്ട സ്ഥാനത്താണ് ഇത് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ട്. മെയ് മാസത്തിൽ വൈദ്യുതി ആവശ്യവും ഉപഭോഗവും കുറയുന്നത് മനസ്സിലായിട്ടും അതനുസരിച്ച് ജലവൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കാത്തതാണ് കാലവർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഡാമുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ കാരണം.
കരുതൽ ശേഖരം പരമാവധി ഉപയോഗിക്കാതെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുകയും ചെയ്തു. ഇതിന്റെയൊക്കെ പിന്നിൽ ചില ഇടപെടലുകൾ ഉണ്ട് എന്നാണ് സൂചനകൾ. എന്തായാലും അണക്കെട്ടിലെ വെള്ളം പല ചർച്ചകൾക്കും ഇതോടെ വഴിവെച്ചിരിക്കുകയാണ്.